Sixth sum, paper advancement in imaging modalities, യൂണിറ്റ് 4 ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്ന ടോപ്പിക്സ് ഫ്ലൂറോസ്കോപ്പി, ഫ്ലൂറോഗ്രഫി, MMR എന്നുള്ള 3 ടോപ്പിക്കാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഫ്ലൂറോസ്കോപ്പിയുടെ ഹിസ്റ്ററിയാണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ തുടക്കവും അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഈ ഒരു ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് നവംബർ 8-നാണ് 1895 ഇത് ലൈക്ക് ഈ ഒരു കൺസെപ്റ്റ് വരുന്നതും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വില്യം റോണ്ടൺ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ഫെല്ലോ ബാരിയം പ്ലാറ്റിനോസൈനൈഡിൻ്റെ സ്ക്രീൻ ഫ്ലൂറസെൻസ് നോക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാൻ പറ്റി, അവിടെ ഇങ്ങനെ ലൈക്ക് എക്സ്റേസ് പോലെയാണെന്നുള്ളത് നമ്മൾ എക്സ്റേസ് എന്ന് പേരിട്ടിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്ന ആ ഒരു പ്രോസസ്സിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാവുകയാണ്, ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് ലൈക്ക് ഒരു എമിഷൻ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു ഡിസ്കവറിക്ക് ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യത്തെ ക്രൂഡ് ഫ്ലൂറോസ്കോപ്പുകൾ ഉണ്ടാക്കി. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലൂറോസ്കോപ്പുകളെല്ലാം കാർഡ്ബോർഡ് സ്ക്രീനുകളിൽ സിമ്പിളായിട്ട് എന്താണ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു റൂം ലൈറ്റിൻ്റെ പ്രസൻസിലല്ലാണ്ട് നമ്മുടെ ഐ പീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് കാണാൻ പറ്റുന്നവ ആയിരുന്നു. ഓക്കെ, ഈ ഒരു ഫ്ലൂറോസ്കോപ്പിക് ഇമേജ് ഉണ്ടാവുന്നത്, ഇങ്ങനെ ഉണ്ടാവുന്ന ഇമേജസ് നമുക്ക് ലൈക്ക് അങ്ങനെ ബ്ലർ അധികം ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്ലറോട് കൂടിയിട്ട് തന്നെ നമുക്ക് എന്ത് വിസിബിളായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇനി ഭയങ്കര ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഇപ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പല മെത്തേഡായിട്ടുള്ള ഇമേജിങ് ടെക്നിക്സിലും എന്തുണ്ട്, ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ഈ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിലൂടെ പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കണ്ണുകളിലൂടെ തന്നെ ഭയങ്കര സെൻസിറ്റീവായിട്ട് തന്നെ ഉള്ളൊരു കാര്യമായതുകൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റ് എമിഷൻ അല്ലെങ്കിൽ ഒരു കളർ വരുന്നത് നമുക്ക് പ്രത്യേകം കാണാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. ദെൻ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു ഇമേജിങ് ടെക്നിക്കാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് എക്സ്റേ ആണ്. ഇത് മെയിനായിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നീങ്ങുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന എന്തെങ്കിലും വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിന് മെയിനായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്നത് ഫിസിഷ്യന് ഇൻറ്റേർണൽ നമ്മുടെ ബോഡിയുടെ, അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും ഉൾഭാഗത്തെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും അതുപോലെയൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ബ്ലഡ് അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ഷനോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിഴുങ്ങുന്ന സ്വാളോ ചെയ്യുന്നതിൻ്റെ അവിടെ വരുന്ന മൂവ്മെൻറ്റോ ഇതൊക്കെ നമുക്ക് എന്തിലൂടെ വാച്ച് ചെയ്യാം, കാണാൻ പറ്റും, ഫ്ലൂറോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. ഈ ഒരു മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഒരു ആർട്ടിക്കിളാണ് ഫ്ലൂറോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ എന്തുണ്ടായിരിക്കും, ഒരു എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലൂറോസ്കോപ്പി മെത്തേഡ് ചെയ്യുന്നത്. 1950-കളിലൊക്കെ പറയുന്നത് മിക്ക ഫ്ലൂറോസ്കോപ്പുകളിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏത് ഇമേജ് ഇൻറ്റൻസിഫയർ ആണെന്ന് ചോദിച്ചാൽ അത് എക്സ്റേ ഇമേജ് ഇൻറ്റൻസിഫയർ ആണ്. അതുപോലെ ക്യാമറാസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇമേജിൻ്റെ കാണുന്നത് വിസിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്കൊരു സാധാരണഗതിയിലുള്ള ഒരു ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ സ്ക്രീനിൽ നമുക്ക് ഇത്രയും നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടായിരുന്നത്. ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് മറ്റ് റേഡിയോഗ്രഫി മെത്തേഡ്സിനൊക്കെ സിമിലർ തന്നെയാണ്. അതുപോലെ തന്നെ എക്സ്റേ യൂസ് ചെയ്തിട്ടുള്ള എക്സ്റേ CT മെത്തേഡ് കമ്പ്യൂട്ടർ ടോമോഗ്രഫിയിലൊക്കെ സിമിലർ ആയിട്ടുള്ള പോലെ തന്നെയാണ്. എക്സ്റേ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലും വരുന്നത്. ഒരു വ്യത്യാസം എന്ന് വരുന്നത് മറ്റ് കേസുകൾ എക്സ്റേ CTയിലൊക്കെ സ്റ്റിൽ ഇമേജാണ്, മൂവ്മെൻറ്റ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഫ്ലൂറോസ്കോപ്പിയിൽ നമുക്ക് മൂവിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് പറ്റും. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യുന്നില്ല. ഓക്കെ, ആ ടൈമിലുള്ള ആ മൂവ്മെൻറ്റ് നമുക്ക് ഇതൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. എക്സ്റേസിൻ്റെ യൂസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അയണൈസിങ് റേഡിയേഷനാണ്. 2 ടൈപ്പ് റേഡിയേഷൻസ് ആണുള്ളത് നമുക്ക്. ഒന്ന് അയണൈസിങ് റേഡിയേഷനും 2 നോൺ അയണൈസിങ് റേഡിയേഷനും. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് പറയുന്നത്, അയണൈസിങ് റേഡിയേഷൻസ് ആണ്. അപ്പോൾ എന്താണ്, നല്ല രീതിക്കുള്ള റിസ്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റ് ബാലൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം പേഷ്യൻറ്റ് നമ്മൾ ഇത്തരത്തിലുള്ള എക്സറൈസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ മൂവിങ് ആണല്ലോ കാണുന്നത്. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് ഒരു ഓവറായിട്ടുള്ള ഒരു അബ്സോർബ്ഡ് ആയിട്ടുള്ള ഡോസേജ് ഓവറായിട്ടുള്ള സ്കിൻ, അതായത് നമ്മുടെ പേഷ്യൻറ്റ്
അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഒരു 20th സെഞ്ച്വറീൻ്റെ ഒരു പകുതി വരെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഷൂ ഫിറ്റിംഗ് ഫ്ലൂറോസ്കോപ്പുകളാണ് നമ്മൾ ഷൂ സ്റ്റോറുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അത് നിർത്തലാക്കുകയാണ് ചെയ്തത്. കാരണം എന്താണ്, റേഡിയേഷൻ്റെ എക്സ്പോഷർ കൂടുതലാവുകയാണ്. അപ്പോൾ ചെറിയ ഡോസാണെങ്കിലും വലിയ ഡോസാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊന്നും ഇത് യൂസ് ചെയ്യാണ്ടായി അത് നിർത്തലാക്കി. മറ്റ് റിസർച്ചുകളിലൊക്കെ നമുക്ക് ഈ റേഡിയേഷൻ എക്സ്പോഷറൊക്കെ ഉണ്ടാവുന്ന ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു മെയിനായിട്ടൊരു ഇതിലേക്ക് ഇതിലേക്ക് ഇങ്ങനെ കൂടി വരാൻ വേണ്ടിയിട്ടും അതുപോലെ റേഡിയേഷൻസ് ഓവർ ഡോസേജ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് പാനൽ ഡിറ്റക്ടേഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഡിയേഷൻസിന് ഡോസേജ് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മെഡിക്കൽ അപ്ലിക്കേഷൻസ് ആണ്. കാരണം കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ റേഡിയേഷൻസ് എക്സ്പോഷർ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ, താങ്ക് യു.